സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായം ഭീഷ്മസ്തുതി. സൂത ഉവാച യദി വീതപ്രജാദ്രോഹ സർവധർമ്മ വിവിത്സയ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവൃതോപതത്. സൂതൻ പറഞ്ഞു, ഇപ്രകാരം പ്രജകൾക്ക് താൻ ദ്രോഹം ചെയ്തു എന്നും ഭയപ്പെട്ടവനായിട്ട് എല്ലാ ധർമ്മങ്ങളും അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മപിതാമഹൻ മരണസമയം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തഥാ ദേ ഭ്രാതര സർവേ സതശ്വേ സ്വർണഭൂഷിതേ അന്നഗച്ഛന്റെ ദേവിപ്ര വ്യാസദൗമ്യാദയസ്തദാ. യുധിഷ്ഠിരൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ എല്ലാ സഹോദരന്മാരും സ്വർണഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവയും ഉത്തമ അശ്വങ്ങളെ പൂട്ടിയിരിക്കുന്നതുമായ തേരുകളിൽ കൂടെ പുറപ്പെട്ടു. വിപ്രന്മാരെ, വ്യാസൻ, ദൗമ്യൻ എന്നീ മഹർഷിമാരും കൂടെ പോയി. ഭഗവാനഭിവിപർഷേ രഥേന സദനഞ്ജയ സദൈർഭരോജത നൃപ കുബേരാഹിവ ഗുഹ്യഗേ. ബ്രാഹ്മണശ്രേഷ്ഠ, ഭഗവാൻ ശ്രീകൃഷ്ണനും രഥത്തിൽ അർജുനോടൊപ്പം പുറപ്പെട്ടു. ഇവരോടൊപ്പം യുധിഷ്ഠിരൻ ഗുഹ്യകന്മാരോടൊപ്പമുള്ള കുബേരനെ പോലെ പ്രകാശിച്ചു. ദൃഷ്ടാനിപതിതം ഭൂമോ ദിവശ്ചുതമിവാമരം പ്രണേമോ പാണ്ഡവാ ഭീഷ്മം സാനുഗ സഹചക്രിണ. സ്വർഗത്തിൽ നിന്നും വീണിരിക്കുന്ന ദേവനെന്ന പോലെ ഭൂമിയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ കണ്ടയുടനെ ശ്രീകൃഷ്ണനോടുകൂടി വന്ന പാണ്ഡവന്മാർ പ്രണമിച്ചു. തത്ര ബ്രഹ്മക്ഷയ സർവേ ദേവക്ഷയശ്ച തത്തമ രാജക്ഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. ഈ സത്തമ, ആ സമയത്ത് ഭരതകുലത്തിൽ ശ്രേഷ്ഠനായ ഭീഷ്മരെ കാണാനായിട്ട് സർവദേവർഷിമാരും രാജർഷിമാരും വന്നു ചേർന്നു. പർവ്വതോ നാരദോ ദൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമദ സ്ത്രിതോ ഗിൽസമദോർസിത കക്ഷീവാൻ ഗൗതമോ അത്രിശ്ച കൗശികോത സുദർശന അന്യേജ മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാധാതയോ മലാഹ ശിഷ്യേരുപേദ ആജഗ്മോ കശ്യപാഗ്യരസാദയ. അവിടെ എത്തിയ മഹർഷിമാരെ വിവരിക്കുന്നു. പർവ്വതൻ, നാരദൻ, ദൗമ്യൻ, ഭഗവാൻ വ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, ശിഷ്യസമേതനായ പരശുരാമൻ, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമൻ, ഹസിതൻ, കക്ഷിവാൻ, ഗൗതമൻ, അത്രി, കൗശികൻ, സുദർശനൻ, ശുഗൻ, അങ്കിരസപുത്രനായ ബൃഹസ്പതി മുതലായവരും ശിഷ്യന്മാരോടുകൂടി അവിടെ എത്തിച്ചേർന്നു. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യാവസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിത്. അവിടെ വന്നിരിക്കുന്ന മഹാനുഭാവന്മാരായ കൃഷ്ണനെയും ഋഷിമാരെയും കണ്ടപ്പോൾ സർവധർമ്മങ്ങളും ദേശകാല അവസ്ഥകളും നന്നായി അറിയുന്ന ഭീഷ്മർ എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ കിടന്നുകൊണ്ട് തന്നെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അവരെ വന്ദിച്ചു. കൃഷ്ണം ജാതൽപ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോ ഭാത്തവിഗ്രഹം. തൻ്റെ ഹൃദയത്തിലിരിക്കുന്നവനാണെങ്കിലും മായ കൊണ്ട് വിഗ്രഹമെടുത്ത ശരീരത്തോടു കൂടിയവനും ജഗത്തുക്കളുടെ നിയന്താവും അരികത്തിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണനെയും അവൻ്റെ വൈഭവത്തെ അറിയുന്നവനായ ഭീഷ്മർ യഥോചിതം പൂജിച്ചു. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രക്ഷയപ്രേമസംഗതാൻ അഭ്യാജഷ്ടാനുരാഗശ്രീരന്ത്രീഭൂതേന ചക്ഷുഷ. വിനയത്തോടും പ്രേമത്തോടും കൂടി സമീപത്ത് വന്നിരിക്കുന്ന പാണ്ഡവരെ സ്നേഹാധിക്യം കൊണ്ട് ബാഷ്പാകുലമായി കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ട നയനങ്ങളോടെ നോക്കി. അഹോ കഷ്ടമഹോ അന്യായം യദ്യയം ധർമ്മനന്ദന യദ്യൂയം ധർമ്മനന്ദന ജീവിതം നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ. ധർമ്മനന്ദനന്മാരെ, ബ്രാഹ്മണർ, ധർമ്മം, കൃഷ്ണൻ ഇവരെ ആശ്രയിച്ച് കഴിയുന്നവരായ നിങ്ങൾ ക്ലേശത്തോടുകൂടി ജീവിക്കാൻ അർഹിക്കുന്നവരല്ല. അഹോ കഷ്ടം, ഇത് ആശ്ചര്യം തന്നെ, ഇത് അന്യായവുമാണ്. പാണ്ഡവർ ബ്രാഹ്മണരെയും ധർമ്മത്തെയും ശ്രീകൃഷ്ണനെയും കൈവിടാത്തവരാണ്.
ഇവയിൽ ഒന്നിനെ ആശ്രയിച്ചാൽ തന്നെ ക്ലേശമുണ്ടാകുകയില്ല. മൂന്നിനെയും ആശ്രയിച്ചവർക്ക് ദുഃഖമുണ്ടായത് ആശ്ചര്യമാണ്, അന്യായവുമാണ് എന്നാണ് ഭീഷ്മര് സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥിതേതിരതേ പാണ്ഡോ വൃതാബാല പ്രജാവധു യുഷ്മൽകൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താതോ ഭവതി മുഹുഹു. അതിരഥനായ പാണ്ഡു മരിച്ചപ്പോൾ ബാലന്മാരായ സന്താനങ്ങളോട് കൂടിയവളും അബലയും സ്ത്രീയുമായിരുന്ന കുന്തിദേവി കുട്ടികളായിരുന്ന നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അടിക്കടി അനേകം ക്ലേശങ്ങൾ അനുഭവിച്ചവളാകുന്നു. സർവം കാലകൃതം മന്യേ ദേവതാം ജയത പ്രിയം സവാലോ യദ്വശേ ലോകോ വായോരിവഗനാവലി. നിങ്ങൾക്കുണ്ടായ എത്രയും അപ്രിയം കാലസ്വരൂപനായി ഈശ്വരൻ നൽകിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാരോടുകൂടി ഈ ലോകവും മേഘസമൂഹവും വായുവിൻ്റെ അധീനത്തിലിരിക്കുന്ന മേഘാവലിയെപ്പോലെ നിങ്ങൾ കാലസ്വരൂപനായ ഈശ്വരൻ്റെ അധീനത്തിലാണ്. നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങൾക്ക് കാരണം ഈശ്വരന് മാത്രമേ അറിയാവൂ എന്ന് അർത്ഥം. യത്ര ധർമ്മസുതോ രാജ ഗതാപാണിർമൃഗോദര കൃഷ്ണോ സ്ത്രീകാണ്ഡീവം ചാപം സുഹൃൽ കൃഷ്ണസ്തോ വിപത്. നിങ്ങളുടെ സംഘത്തിൽ രാജാവായിരിക്കുന്നത് ധർമ്മരാജാവിൻ്റെ അംശമായ ധർമ്മപുത്രർ, ഗദായുദ്ധത്തിൽ വീരനായ ഭീമസേനൻ, വില്ലാളികളിൽ വീരനായ അർജുനൻ, അർജുനന്റെ കയ്യിൽ ആയുധം ഗാണ്ഡീവം, സഹായിയായിരിക്കുന്നത് ശ്രീകൃഷ്ണൻ. എന്നിട്ടും നിങ്ങൾക്ക് വിപത്തുകൾ ഉണ്ടാകുന്നത് ഈശ്വര നിശ്ചയം. നഹ്യസ്യ കർഹിചിത് രാജൻ പുമാൻ വേദവിദിൽസിതം യത് വിജ്ഞാസയായുക്ത മുഹ്യന്തി കവയോഭിഹി. ഹേ രാജൻ, ഇവന്റെ ഇച്ഛ എന്താണെന്ന് ആർക്കും ഒരിക്കലും അറിയില്ല. അതിനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ കവികളായ ഋഷീശ്വരന്മാർ പോലും മോഹിക്കുന്നു. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുഭിഹിതോ നാഥ നാഥപാഹി പ്രജാപ്രഭു. ഹേ ഭരതശ്രേഷ്ഠ, അതിനാൽ നിങ്ങൾക്കുണ്ടായി ക്ലേശങ്ങൾ ദൈവാധീനം അല്ലെങ്കിൽ ദൈവനിശ്ചയം എന്ന് ഉറച്ചിട്ട് ഭഗവത് ഇച്ഛയെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് ഈ സമർത്ഥ രാജാവെ അഗതികളായ പ്രജകളെ പരിപാലിച്ചാലും ഈശ്വരഹിതം അംഗീകരിച്ചുകൊണ്ട് ധർമാനുസൃതം പ്രജകളെ സംരക്ഷിക്കണം എന്ന് സാരം. ഏഷവൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയന്മായ ലോകം കൂടശ്ചരതി വിസ്മിഷു. പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഭഗവാൻ തന്നെ ഇവൻ. ലോകത്തിൽ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനും കാരണജലത്തിൽ ശയിക്കുന്നവനുമായി ഈ പരമപുരുഷൻ സ്വന്തം മായ കൊണ്ട് ലോകത്തെ വിമോഹിപ്പിക്കാനായി സ്വസ്വരൂപം മറച്ച് വിഷ്ണുക്കൾക്കിടയിൽ സഞ്ചരിക്കുന്നു. നാരം എന്നാൽ ജലം. നാരത്തിൽ നിന്നുണ്ടായവൻ നരൻ, നാരത്തിൽ ശയിക്കുന്നവൻ നാരായണൻ. ആദ്യപുരുഷനായ ആ നാരായണൻ മായാരൂപം ധരിച്ച് വിഷ്ണുക്കൾക്കിടയിൽ സഞ്ചരിക്കുന്നു എന്ന് സാരം. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദേവശ്രീ നാരദത്താക്ഷാത് ഭഗവാൻ കപിലോ നൃപ. ഏ രാജൻ, ഇവന്റെ ഏറ്റവും ഗുഹ്യതമമായ അതായത് രഹസ്യമായ മഹാത്മ്യത്തെ ഭഗവാൻ ശിവനും ദേവർഷി നാരദനും സാക്ഷാൽ ഭഗവത് അവതാരമായ കപിലനും അറിയുന്നു. സാധാരണക്കാർക്ക് അറിയാൻ കഴിയുകയില്ല. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാതസാരഥിം. ഏതൊരു ഭഗവാന്റെ മഹാത്മ്യം അറിയാതെ നീ അമ്മാവന്റെ മകനെന്നും നിനക്ക് പ്രിയം ചെയ്യുന്നവനെന്നും നിന്റെ പ്രീതിക്ക് പാത്രമായ മിത്രമെന്നും ഉത്തമ സഖാവെന്നും വിചാരിച്ചു പോ. ആ ഭഗവാൻ ചിലപ്പോൾ നിന്റെ മന്ത്രിയായിട്ടും ദൂതനായിട്ടും തേരാളിയായിട്ടും നിന്നോടുള്ള അതിസ്നേഹം കൊണ്ട് വർദ്ധിച്ചുവല്ലോ. സർവാത്മന സമദൃശോ ഹൃദയസ്യാനഹം കൃതേ തൽകൃതം മതിവൈഷമ്യം നിർവദ്യസ്യന ക്വചിത്. സർവത്തിലും ആത്മാവായിരിക്കുന്നതുകൊണ്ടും എല്ലാറ്റിനോടും സമദൃഷ്ടിയുള്ളതുകൊണ്ടും അദ്വയനായതുകൊണ്ടും അഹങ്കാരരഹിതനായതുകൊണ്ടും രാഗാദിദോഷങ്ങളില്ലാത്തതിനാലും അവൻ ചെയ്തതിലൊന്നും ബുദ്ധിഭേദമില്ല. ഓരോരുത്തർ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് കാണുന്നു എന്ന് മാത്രം. തഥാപ്യേകാന്ത ഭക്തേഷു പശ്യഭൂപാനുകമ്പിതം യന്മേ സുംസ്ത്യജത സാക്ഷാ കൃഷ്ണോ ദർശനമാഗത. അങ്ങനെയാണെങ്കിലും ഈ രാജാവേ, ഏകാന്ത ഭക്തന്മാരോടുള്ള അവൻ്റെ കാരുണ്യം നോക്കുക. എന്തുകൊണ്ടെന്നാൽ പ്രാണൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എനിക്ക് സാക്ഷാൽ ദർശനം നൽകാനായിട്ട് ഇവിടെ ആഗമിച്ചു. ഭീഷ്മര് ഭഗവാന്റെ ശത്രുപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുകയും ഭഗവാന്റെ പ്രതിജ്ഞ ലംഘിക്കാനായി ആയുധം എടുപ്പിക്കുകയും ചെയ്തു. എങ്കിലും അന്ത്യനിമിഷത്തിൽ ദർശനം നൽകി അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ നേരിട്ട് വന്നിരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭക്ത്യാവേശമനോ യസ്മിൻ വാചായൻ നാമകീർത്തയൻ തെജൻ കളേവരം യോഗി മുച്ചതേ കാമകർമ്മഭിഹി.
യാതൊരു ഭഗവാനിൽ മനസ്സിനെ പരമപ്രേമത്തോടെ പ്രവേശിപ്പിച്ചിട്ട് വാക്കുകൊണ്ട് യാതൊരുവൻ്റെ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന യോഗി കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് ആരാണോ പ്രാണൻ വെടിയുന്നത് അവന് കർമ്മബന്ധനം മറ്റ് മുക്തി ലഭിക്കുന്നു എന്ന് സാരം. സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേഭരം യാവതിദം ഹിനോമ്യഹം പ്രസന്ന സാരുണലോചനല്ലസൻ മുഖാംബുജോ ധ്യാനപദച്ചതുർഭുജ. പ്രസന്നമായ മന്ദഹാസം കൊണ്ടും അരുണവർണ്ണമുള്ള കണ്ണുകൾ കൊണ്ടും പ്രകാശിക്കുന്ന മുഖാരബിന്ദത്തോടും കൂടി ധ്യാനത്തിന് വിഷയമായിരിക്കുന്നവനും 4 തൃക്കൈകളോട് കൂടിയവനും ദേവദേവനുമായ ഭഗവാൻ കൃഷ്ണൻ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നതുവരെ ഇവിടെ ഇരുന്ന് എന്നെ കടാക്ഷിക്കണം. സൂതോവാച യുധിഷ്ഠിരസ്തദാകർണ്യശയാനം ശരപഞ്ചരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുഷുണ്ണതാം. സൂതൻ പറഞ്ഞു, അത് കേട്ടിട്ട് ധർമ്മപുത്ര ഋഷിമാരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് ബഹുവിധങ്ങളായ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഘോവാദിഭ്യാം ആംനാദോഭയലക്ഷണാൻ. പുരുഷന്മാർക്ക് സ്വഭാവത്താൽ നിശ്ചയിക്കപ്പെട്ടതും ചാതുർവർണ്ണ്യം അനുസരിച്ചിട്ടുള്ളതും ബ്രഹ്മചര്യാദി വർണ്ണങ്ങളെ ആശ്രയിച്ചുള്ളതുമായ ആളുകൾക്കുള്ളതും വിഷയവൈരാഗ്യത്തോടു കൂടിയ നിവൃത്തിമാർഗം, വിഷയാനുരാഗത്തോടു കൂടിയ പ്രവൃത്തിമാർഗം എന്നിവയെക്കുറിച്ചുള്ള ധർമ്മങ്ങളെല്ലാം ഭീഷ്മർ വർണ്ണിച്ചു. സാധാരണ മനുഷ്യരും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളിലും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ വേറെയാണ്. വിഷയസുഖത്തിനായിട്ട് കർമ്മം ചെയ്യുന്ന പ്രവൃത്തിമാർഗികളുടേതും വിഷയവൈരാഗ്യമെന്ന ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരുടെ നിവൃത്തിമാർഗവും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കുമുള്ള ധർമ്മങ്ങൾ ഭീഷ്മർ വിവരിച്ചു കൊടുത്തു എന്ന് സാരം. ദാനധർമാൻ, രാജ്യധർമാൻ, മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ സമാസവ്യാസയോഗത. രാജ്യധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, സ്ത്രീധർമ്മം, ഭഗവത് ഭക്തന്മാരുടെ ധർമ്മങ്ങൾ എന്നിവ ഓരോന്നും വെവ്വേറെ വിസ്തരിച്ച് പറഞ്ഞു. ധർമാർത്ഥകാമ മോക്ഷാംശ സഹോപായന്യതാ മുനി നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ശൗനകമുനി ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ഉപായങ്ങളെയും നാനാവിധത്തിലുള്ള കഥകൾ, ഇതിഹാസങ്ങൾ എന്നിവയിലെ തത്വത്തെയും അറിഞ്ഞിരിക്കുന്ന ഭീഷ്മർ അവയെ ശരിയായി വർണ്ണിച്ചു. ധർമ്മം പ്രവദസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനച്ചന്തമൃത്യോർ വാജ്യതസ്തൂത്തരായണ. ഇങ്ങനെ ധർമ്മത്തെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വച്ഛന്തമൃത്യുവായ ഭീഷ്മർക്ക് മരിക്കാനുള്ള ഉത്തരായണകാലം വന്നു ചേർന്നു. തതോപസംഹൃത്യ ഗിര സഹസ്രണിർ വിമുക്തസംഗം മനഹാതിപൂരുഷേ കൃഷ്ണേലസദ്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദൃഗ്വ്യഗാരയത്. തതോപസംഹൃത്യ ഗിര സഹസ്രണിർ വിമുക്തസംഗം മനഹാതിപൂരുഷേ കൃഷ്ണേ രസത്പീഡപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതദൃഗ്വ്യഗാരയത്. സഹസ്രണിയായ ഭീഷ്മർ ധർമ്മത്തെ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ വാക്കുകളെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി പ്രകാശമുള്ള മഞ്ഞപ്പട്ടുടുത്ത് ചതുർഭുജത്തോടുകൂടി മുന്നിലിരിക്കുന്ന ആദിപുരുഷനായ ശ്രീകൃഷ്ണനിൽ ഇമ വെട്ടാതെ ഉറപ്പിച്ചു നിർത്തി. സഹസ്രണി പറയുമ്പോൾ തന്നോടൊപ്പം 1000 രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്നവനെ രക്ഷിക്കാനും ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും കഴിവുള്ള മഹാവീരൻ എന്നർത്ഥം. വിശുദ്ധയാധാരണയാ ഹതാശുഭസ്തീശയൈവാശുഗതായുധവ്യത നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ സുഷ്ടാവജന്യം ജനാർദ്ദനം. ഏറ്റവും പരിശുദ്ധമായ ഭഗവത് സ്വരൂപത്തെ ശരിയായി ഉള്ളിൽ ധരിച്ചപ്പോൾ അശുഭം ഒഴിഞ്ഞു. ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ യുദ്ധത്തിൽ ആയുധമേറ്റുണ്ടായ വേദനയൊക്കെ ശമിച്ചു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഭ്രമങ്ങളും വ്യാപാരങ്ങളും നിലച്ചു. ഈ വിധമിരിക്കുന്ന ഭീഷ്മർ ശരീരത്തെ ഉപേക്ഷിക്കാനായിട്ട് സകല പാപങ്ങളെയും സംഭരിക്കുന്ന സർവേശ്വരനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സ്തുതിച്ചു. ഇനി ഭീഷ്മസ്തുതിയാണ്. ശ്രീ ഭീഷ്മ ഉവാച ഇതിമതി രൂപകൽപിതാവതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയദ്ഭവപ്രവാഹ. ഭീഷ്മർ പറഞ്ഞു, യാദവ ശ്രേഷ്ഠനും പരമസുഖസ്വരൂപനും സ്വസ്വരൂപത്തിലിരിക്കെ തന്നെ സൃഷ്ടിയാദി ലീലയാടാൻ വേണ്ടി മായയെ സ്വേച്ഛയാ സ്വീകരിക്കുന്നവനുമായ
ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊന്നിലും തൃഷ്ണയില്ലാതിരിക്കുന്ന എൻ്റെ ബുദ്ധി സമർപ്പിച്ചിരിക്കുന്നു. ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരാംബരം ദദാനി വപുരളകുലാമൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ നവദ്യ. 3 ലോകങ്ങളിലും വെച്ച് അതിമനോഹരനും തമാലം പോലെ ശ്യാമള നിറമുള്ളവനും ബാലാർക്കപ്രഭ പോലെ മഞ്ഞപ്പട്ടു വസ്ത്രത്തോടു കൂടിയവനും കുറുനിരകളാൽ മറയ്ക്കപ്പെട്ട താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ള ശരീരത്തെ ധരിച്ചവനും പാർത്ഥന്റെ സഖിയുമായ ശ്രീകൃഷ്ണനിൽ പരമപ്രേമം എനിക്കുണ്ടാകണമേ. യുതിതുരകരജോ വിധൂമ്രവിക്ഷ കജുളിത ക്ഷമവാര്യലം ഗൃഹാസ്യേ മമ നിശിത ശരീർ വിഭിദ്യമാനത്വജിവിലസത് കവജേസ്തു കൃഷ്ണാത്മാ. യുദ്ധത്തിൽ അർജുനന്റെ തേർത്തളിക്കവേ കുതിരകളുടെ കുളമ്പടിയേറ്റു പൊങ്ങുന്ന പൊടിയണിഞ്ഞ് ധൂമ്രവർണ്ണനായും ഇളകിക്കൊണ്ടിരിക്കുന്ന തലമുടിയിൽ വ്യാപിക്കപ്പെട്ടും വിയർപ്പ് തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ടുമുള്ള മുഖത്തോടു കൂടിയവനും എൻ്റെ ബാണങ്ങൾ തട്ടി മുറിവേറ്റ് രക്തം പുരണ്ട ശരീരത്തോടു കൂടിയും പിളർക്കപ്പെട്ട കവചത്തോടു കൂടിയും ഇരിക്കുന്ന കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായി ഉറക്കണമേ. സവധി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരഷ്ണ ഹൃദവതി പാർത്ഥ സഖീരതിർമമസ്തു. ഇഷ്ടനായ അർജുനന്റെ വാക്കുകൾ കേട്ടയുടനെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ തേർ നിർത്തിയിട്ട് തൻ്റെ നോട്ടത്താൽ ശത്രുസൈന്യത്തിൻ്റെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരമപ്രേമം ഉണ്ടാകണമേ. യുദ്ധസന്നദ്ധരായിട്ട് വന്നു നിൽക്കുന്ന ശത്രുസൈന്യത്തെ കാണണമെന്ന് അർജുനൻ പറഞ്ഞപ്പോൾ സാരഥിയായ കൃഷ്ണൻ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ രഥം നിർത്തി ഭഗവാൻ തൻ്റെ നോട്ടത്താല് ഓരോരുത്തരുടെയും ആയുസ് അപഹരിച്ച് അർജുനനെ വിജയിപ്പിച്ചു എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. വ്യവഹിതവൃതനാമുഖം നിരീക്ഷ്യ ത്വജനവദ വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിമഹരതാത്മവിദ്യയായ ശരണരതി പരമസ്യ തസ്യ മേസ്തു. ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ രഥം നിർത്തിയപ്പോൾ ശത്രുസൈന്യത്തിൻ്റെ മുൻഭാഗത്ത് നോക്കിയിട്ട് ബന്ധുജനങ്ങളെയും ഗുരുഭൂതന്മാരെയും കണ്ടിട്ട് അവരെ കൊല്ലുന്നതിനുള്ള പാപഭീതി കൊണ്ട് യുദ്ധം ചെയ്യാൻ വിമുഖനായി പിന്തിരിഞ്ഞു പോകാൻ ഭാവിച്ചു. ആ കുബുദ്ധിയെ ആത്മവിദ്യാതത്വത്തെ ധരിപ്പിച്ച് അങ്ങ് അപഹരിച്ചു. അങ്ങനെയുള്ള പരമാത്മാവായ അവനിൽ എനിക്ക് പാദഭക്തി ഉണ്ടാകട്ടെ. സ്വനിഗമമപഹായമൽപ്രതിജ്ഞാം മൃതമതികർത്തുമവപ്ലുതോരഥസ്ഥ ധൃതരഥ ചരണോഭ്യയാചലദ്ഗുർ ഹരിരിവഹന്തുമിപം ഗതോത്തരീയ. സ്വന്തം പ്രതിജ്ഞയെ ലംഘിച്ചിട്ട് എൻ്റെ ശബ്ദം സത്യമാക്കാനായി തേലിരിക്കുന്നവനും പെട്ടെന്ന് അതിൽ നിന്നും ചാടിയവനും ചക്രത്തെ ധരിച്ചിരിക്കുന്നവനും ഇളകുന്ന ഭൂമിയോടുകൂടിയവനും ദേഹത്തിൽ നിന്നും വീണുപോയ ഉത്തരീയത്തോടു കൂടിയവനുമായ അങ്ങ് ആനയെ വധിക്കാൻ സിംഹത്തെ എന്ന പോലെ എതിരിട്ട് വന്നു. ആയുധമെടുക്കാതെ സഹായം ചെയ്യാം എന്നാണ് ഭഗവാൻ പാണ്ഡവന്മാരോട് പ്രതിജ്ഞ ചെയ്യുന്നത്. അത് കേട്ട് കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന് ഭീഷ്മരും ശപഥം ചെയ്തു. ആ ശപഥം പാലിക്കാൻ അർജുനനെതിരെ കടുത്ത ശരമാരി ചൊരിഞ്ഞുകൊണ്ട് ഭീഷ്മര് ശരമാരി ചൊരിഞ്ഞ സമയത്ത് അത് കണ്ട് ഭഗവാൻ തേരിൽ നിന്നും ചാടിയിറങ്ങി ചക്രായുധം കയ്യിലെടുത്തു. ആ സമയത്ത് ഭഗവാന്റെ ഭാരം താങ്ങാനാകാതെ ഭൂമി ഇളകി. ശിത വിശിഗഹതോ വിശീർണദംശ ശതജപരിപ്ലുതാതദായിനൂമേ പ്രസവമഭിസസാരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടും പിളർക്കപ്പെട്ട കവചത്തോടു കൂടിയും അതിനാൽ നിണമണിഞ്ഞ ശരീരത്തോടു കൂടിയും ബലാത്കാരേണ സംഹരിക്കാൻ ഒരുങ്ങിയവനുമായി ഏതൊരു ഭഗവാൻ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നുവോ മഹിമയുള്ള ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശയമായി ഭവിക്കണമേ. തൻ്റെ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ആയുധം കയ്യിലെടുത്തത് അർജുനനെ രക്ഷിക്കാനായിരുന്നില്ല എന്നാണ് ഇവിടെ ഭീഷ്മർ സൂചിപ്പിക്കുന്നത്. ആയുധം എടുപ്പിക്കുമെന്ന് ഭക്തൻ ചെയ്ത പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടിയാണ്. ഇത് ഭഗവാൻ ഭക്തപരാധീനനാണ് എന്നും ഭക്തവത്സലനാണെന്നും കാണിക്കുന്നു. വിജയരഥ കുടുംബാത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രീക്ഷണീയേ ഭഗവതി രതിരസ്തു മേ മുമൂർഷോർ യമിഹ നിരീക്ഷ്യ ഹതാഗതസ്വരൂപം. അർജുനന്റെ രഥമാകുന്ന കുടുംബത്തോടും ഒരു കയ്യിൽ പിടിച്ച ചമ്മട്ടിയോടും മറു കയ്യിൽ ധരിച്ച കടിഞ്ഞാണോടും ശോഭ കൊണ്ട് കാണാൻ യോഗ്യമായ സ്വരൂപത്തോടും കൂടി പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പരമപ്രേമം ജനിക്കട്ടെ. ഈ ലോകത്തിൽ യാതൊരാളുടെ ദർശന നിമിത്തം ഹനിക്കപ്പെട്ടവർ സാരൂപ്യമുക്തി പ്രാപിച്ച് വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു.
ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കില യസ്യ ഗോപവദ്വ. മനോഹരമായ നടത്തം, വിലാസം, സുന്ദരമായ മന്ദഹാസം, സ്നേഹപൂർവമായ കടാക്ഷം, ഇവയാൽ കൽപ്പിക്കപ്പെട്ട ബഹുമാനത്തോടു കൂടിയവരും ഭഗവത് ലീലകൾ അനുകരിക്കുന്നവരും പ്രേമമതത്താൽ അന്ധരായവരുമായ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. ഗോകുലത്തിലെ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സൗന്ദര്യത്തിലും വിലാസലീലകളിലും ആകൃഷ്ടരായി ഭഗവാനിൽ പരമപ്രേമത്തോടു കൂടിയവരായി തീർന്നു. അവർ ഭഗവാന്റെ ബാലലീലകൾ അനുകരിച്ചു രസിക്കുമായിരുന്നു. ഭഗവത് പ്രേമമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഭഗവാനോടുള്ള നിഷ്കാമ ഭക്തിയാൽ മാത്രം അവർ ഭഗവത് സാരൂപ്യം പ്രാപിച്ച് മുക്തരായി. മുനിഗണ നൃപ വര്യസങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയേഷാം അർഹണമുപവേദ ഈക്ഷണീയോ മമ്മദൃശി ഗോചരയേഷ വിരാത്മാ. യുധിഷ്ഠിരന്റെ രാജസൂയാഗത്തിൽ മുനിസമൂഹവും രാജശ്രേഷ്ഠന്മാരും നിറഞ്ഞിരിക്കുന്ന സദസ്സിന് നടുവിൽ സകലരുടെയും അന്ധകരണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്രപൂജാസ്ഥാനത്തിനിരുത്തി യാതൊരാളെ മാനിച്ചുവോ? ജഗൽ പൂജ്യനും സർവാത്മാവുമായിരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ എൻ്റെ ദൃഷ്ടിക്ക് മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നുവല്ലോ. തമിമ മഹമജം ശരീരവാചാം ഹൃദി ഹൃദി ദിഷ്ടതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകതാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരുന്ന് സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ജന്മാദി വികാരങ്ങളില്ലാത്ത ഈ ഭഗവാനെ ഒരേ സൂര്യൻ സകല പ്രാണികളുടെയും കണ്ണിൽ പ്രകാശരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നത് സകലരും പ്രത്യക്ഷമായി കാണുന്നത് പോലെ ഞാനും അഭേദബുദ്ധിയുണ്ടായി സർവാത്മാവായിരിക്കുന്ന ഭഗവാനെ നന്നായി പ്രാപിച്ചിരിക്കുന്നു. ജന്മം സഫലമായി എന്ന് സാരം. സൂത ഉവാച കൃഷ്ണയേവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസൗപാരമത്. സൂതൻ പറഞ്ഞു, ഇപ്രകാരം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദൃഷ്ടി കൊണ്ടും ഭഗവാനെ ധ്യാനിച്ചും സ്തുതിച്ചും മംഗളസ്വരൂപം കണ്ടും ആത്മാവിനെ ഭഗവാനെ പ്രവേശിപ്പിച്ചിട്ട് ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മർ ഉപരമിച്ചു. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണിം വയാംസീവദിനാത്യയെ. ഭീഷ്മൻ നിർഗുണ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു എന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം രാത്രികാലത്ത് പക്ഷികളെന്ന പോലെ നിശബ്ദരായിരുന്നു. എല്ലാവർക്കും പരമശാന്തി അനുഭവപ്പെട്ടു എന്ന് സാരം. തത്ര ദുന്ദുഭയോനേതോ ദേവമാനവവാദിതാഹ ശശംസു സാധവോ രാജ്ഞാം കാത്പേതു പുഷ്പവൃഷ്ടയ. ആ സമയത്ത് അവിടെ ദേവന്മാരും മനുഷ്യരും ദുന്ദുഭികൾ മുഴക്കി. രാജാക്കന്മാരുടെ സജ്ജനങ്ങൾ, അതായത് ബ്രഹ്മജ്ഞാനികൾ ഭീഷ്മരുടെ ശരീരത്യാഗത്തെ പ്രശംസിച്ചു. ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. തസ്യ നിർഹരണാദീനി സംഭരേതസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. ഈ ശൗനക മുനെ, പരലോകപ്രാപ്തനായ ഭീഷ്മരുടെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ യുധിഷ്ഠിരൻ ചെയ്യിച്ചു. മുഹൂർത്ത നേരം ദുഃഖിതനായിരുന്നു. തുഷ്ടപൂർമുനയോ ഹൃഷ്ട കൃഷ്ണം തൽഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയ സാക്ഷമാൻ പ്രയയു പുന. മുനിമാ സന്തോഷിച്ച കൃഷ്ണന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങൾ കൊണ്ട് സങ്കീർത്തനം ചെയ്ത് സ്തുതിച്ചു. അതിനുശേഷം കൃഷ്ണസ്മരണയോടുകൂടി അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനിം. പിന്നെ യുധിഷ്ഠിരൻ കൃഷ്ണനോടുകൂടി ഹസ്തിനപുരത്തിലേക്ക് പോയിട്ട് പിതാവായ ധൃതരാഷ്ട്രരെയും മാതാവായ ഗാന്ധാരിയെയും ആശ്വസിപ്പിച്ചു. പിത്രാജാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. രാജാവും സമർത്ഥനുമായ ധർമ്മപുത്ര ധൃതരാഷ്ട്രപിതാവിൻ്റെ അനുമതിയോടും ശ്രീകൃഷ്ണന്റെ അനുമോദത്തോടും കൂടി പാരമ്പര്യമുള്ള രാജ്യത്തെ ധർമ്മം തെറ്റാതെ സൃഷ്ടിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജം പ്രലംബോ നാമ നവമോധ്യായഃ. 1-ാം സ്കന്ധം 9-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം
സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനോ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാഗ് ഭവേത്. ഓം തത്സത്.